ഉറുമ്പിനെ ഈ പ്രസ്ഥാനം ദ്രോഹിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ ഈ പ്രസ്ഥാനം ഉപദ്രവിച്ചിട്ടില്ല. വെറുപ്പിന്റെ ഒരു ശബ്ദം ജമാഅത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പേജിൽ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നേതാവിന്റെ വായിൽ നിന്നും വർഗീയതയുടെ, വംശീയതയുടെ, വിരോധത്തിന്റെ, വെറുപ്പിന്റെ ഒരു വാക്ക് പുറത്തു വന്നിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ഇന്ന് ജമാഅത്ത് ഇസ്ലാമി വർഗീയമെന്ന നാഴികക്ക് 40 വട്ടം പൂരപ്പുറത്ത് കയറി കൂവിക്കൊണ്ടിരിക്കുന്ന ഗോവിന്ദന്മാർക്കും സഖാക്കൾക്കും സാധിക്കുമോ എന്ന് വെല്ലുവിളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സാധിക്കൂല നിങ്ങൾക്ക്. ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രം അതാ. ഇത് മാനവികതയിലാണ് വിശ്വസിക്കുന്നത്, വർഗീയതയിലല്ല, വിരോധത്തിലല്ല, സ്നേഹത്തിലാണ് വിശ്വസിക്കുന്നത്, സംഘർഷത്തിലല്ല, സമാധാനത്തിലാണ് വിശ്വസിക്കുന്നത്, അകൽച്ചയിലല്ല, അടുപ്പത്തിലാണ് വിശ്വസിക്കുന്നത്. സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം രാജ്യത്തും ലോകത്തും നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ്. സമാധാനപരമായ ആശയപ്രചരണം നടക്കണമെന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ കുറിച്ച് അങ്ങനെ അങ്ങ് പറയാം, വർഗീയത, ഇതാണ് വർഗീയതയുടെ കോലം. ഇതിനെ വർഗീയത കളിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ പറഞ്ഞില്ല, എനിക്കൊക്കെ പറയാൻ സമയമില്ല, ഞാൻ നിർത്താം. വേറൊരു കാര്യം പറയുന്നുണ്ടല്ലോ, മതരാഷ്ട്രവാദം. അതുകൂടെ പറയട്ടെ. മതരാഷ്ട്രവാദമാണ് ജമാഅത്ത് ഇസ്ലാമി. നിങ്ങളോട് ആരാത് പറഞ്ഞു? ആരാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇല്ലാത്ത വാദം ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിൽ വെച്ചിട്ട് എവിടെയാണ് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രം ലക്ഷ്യം വെക്കുന്നു എന്ന് എവിടെയാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞിട്ടുള്ളത്? ജമാഅത്ത് ഇസ്ലാമിയൊക്കെ അങ്ങനെ ഒരു മതരാഷ്ട്രവാദമല്ല, തിയോക്രസി, തിയോക്രാറ്റിക് സ്റ്റേറ്റ്. ഇതൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ, നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ യൂറോപ്പിൽ നിന്ന് വന്നതാണ്. ഈ മതരാഷ്ട്രവാദം എന്നുള്ള സങ്കല്പവും ചർച്ച എവിടെ ഉണ്ടായത്? യൂറോപ്പിൽ ഉണ്ടായതാണ്. പോപ്പ്, പുരോഹിതൻ, ആ പോപ്പും പുരോഹിതനും മാർപ്പാപ്പ നിയന്ത്രിക്കുന്ന ഭരണം, അവിടെ നിയമം എന്താണെന്നും അവിടുത്തെ ഭരണം എന്തായിരിക്കണമെന്ന് പള്ളിമേടയിൽ നിന്ന് മാർപ്പാപ്പ നിയന്ത്രിക്കുന്ന, പോപ്പ് നിയന്ത്രിക്കുന്ന പപ്പായിസത്തിന്റെ തിയോക്രസിയുടെ, തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ സംവിധാനമാണ് മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞത്. ഇത് കേരളത്തിൽ പരിചയം ഉണ്ടായിരുന്നില്ല. ഇത് ഇവിടെ കൊണ്ടുവന്ന് പറയാൻ തുടങ്ങിയത് നമ്മൾ അമീത് ചേന്നമംഗലിനെ പോലുള്ള മതവിരോധികൾ ആദ്യം. പിന്നെ ഖേദകരമെന്ന് പറയട്ടെ, അത് ഏറ്റെടുത്ത് ഇവിടെ പറഞ്ഞത് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം. എങ്ങനെയും ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞ് തളർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ അവരാണ് മതരാഷ്ട്രവാദമാണ് ജമാഅത്ത് ഇസ്ലാമിക്കുമുള്ളത് എന്ന് ഹമീദ് ചേന്നമംഗലൂരിന്റെ ശുദ്ധ യുക്തിവാദിയും നിരീശ്വരവാദിയും താന്തോന്നിയുമായ ഒരു മനുഷ്യന്റെ വാചകങ്ങൾ, വാക്കുകൾ, ആരോപണങ്ങൾ കടമെടുത്തിട്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ആരോപിച്ചത് ഈ സംഘടനക്കാരാണ്. നമുക്ക് സങ്കടമുണ്ട്, പക്ഷെ വിരോധമൊന്നുമില്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ ഒരു മതരാഷ്ട്രവാദം ഇല്ല. ജമാഅത്ത് ഇസ്ലാമി എന്താ പറയുന്നത്? ഇഖാമത്തുദ്ദീൻ. എന്താ എന്റെ ഭരണഘടനയിൽ പറഞ്ഞേ? ഇഖാമത്തുദ്ദീൻ. ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ സംസ്ഥാപനം. ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ദീൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിച്ചു മരിക്കുന്നത് വരെയുള്ള അവന്റെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന സമഗ്രവും സമ്പൂർണവുമായ ഒരു കാഴ്ചപ്പാടാണ്. വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ രംഗം, സാമ്പത്തിക രംഗം, രാഷ്ട്രീയ രംഗം, ഭരണം, അധികാരം, ഇതൊക്കെ ഉണ്ട് ദീനിന്. ഇതൊക്കെ ഉണ്ട്. നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഈ ദീനിനെയാണ്. ഇതിൽ പകുതി വെട്ടിമാറ്റിയിട്ട് ഒഴിവാക്കിയിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി ചെയ്ത കുറ്റം എന്താ? ഈ ദീൻ സമഗ്രമാണെന്ന് പറഞ്ഞു, ഈ ദീൻ സമ്പൂർണ്ണമാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളിയിലെ ഇമാമ് മാത്രമായിരുന്നല്ല, ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരി കൂടിയായിരുന്നു എന്ന് പറഞ്ഞു. അതിന് പ്രവാചകന്റെ മാതൃക ഉണ്ടെന്ന് പറഞ്ഞു. മദീനയാകുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 10 കൊല്ലം പ്രവാചകൻ അതിന് നേതൃത്വം നൽകിയെന്ന് പറഞ്ഞു. പിന്നെയോ 13 നൂറ്റാണ്ട് കാലം ആ പാരമ്പര്യത്തിൽ ലോകത്ത് ഒരു ഇസ്ലാമിക വ്യവസ്ഥ ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നിലനിന്നിരുന്നു എന്ന് പറയും. ഇതൊക്കെ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞതാ. ഖുർആനിൽ ചുരുങ്ങിയത് 200 ആയത്തുകളെങ്കിലും രാഷ്ട്രീയം പറയുന്ന ആയത്തുകളാണ്. ഖുർആനിലെ ഒരു സാമൂഹ്യ സംവിധാനത്തെ സംബന്ധിച്ച് മനുഷ്യര് ജീവിതത്തെ മുഴുവനും റബ്ബിന് സമർപ്പിക്കുന്ന, അതില് ഭരണോ അധികാരോ രാഷ്ട്രീയമൊക്കെ അതിന്റെ ഭാഗ. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. ഖുർആൻ പറഞ്ഞല്ലേ, നമ്മൾ പറഞ്ഞതാ. അള്ളാന്റെ റസൂലിനെ രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയും കൂടി ആയിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം ആവില്ല. ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞതാ. അപ്പൊ ഖുർആനിലുള്ളതാ, അള്ളാന്റെ റസൂൽ മാതൃകയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് വ്യക്തിജീവിതം മുതൽ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ തലങ്ങൾ മുഴുവനും സ്പർശിക്കുന്ന സമഗ്രവും സമ്പൂർണവുമായ ഒരു കാഴ്ചപ്പാട് ദീൻ അതുണ്ട് നമ്മൾ പറഞ്ഞു. അല്ലാതെ കേവലമായ ഒരു മതരാഷ്ട്രവാദം, ഒരു തിയോക്രസി ജമാഅത്ത് ഇസ്ലാമി ഇവിടെ പറഞ്ഞിട്ടില്ല. ശുദ്ധ സംബന്ധം അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ഉപകാരപ്പെടുകയേ ഉള്ളൂ. ജമാഅത്ത് ഇസ്ലാമി മനുഷ്യർ